കുറച്ചായി കയ്യിൽ ഈ മോൾഡ് ഇട്ടിരിക്കുന്നു. അപ്പോൾ നമുക്കൊന്നൊരു ട്രിങ്കറ്റ് ഡിഷ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബോക്സ് ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് സെല്ലോ ടേപ്പ് വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ക്ലേ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ട് ആ ഒരു ബോക്സിന് മുകളിലായിട്ട് ഒന്ന് വെച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലെ ഒരു വലിയ പ്രൊജക്ട് മോൾഡ് ഇട്ട് വെച്ചിട്ട് ചെയ്യണത്. ഇതിന് മുന്നേ കുഞ്ഞു കുഞ്ഞു പ്രൊജക്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും വലിയ പ്രൊജക്ട് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് ശരിയായി വരുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും ഞാൻ എന്താണ് ചെയ്ത് വരുന്നത് എന്നുള്ളത്. ഒരു പിഗ്ഗി ട്രിങ്കറ്റ് ഡിഷ് ആണ് ഞാനിവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. നോസും ഇയേഴ്സ് ഒക്കെ വെച്ചു കൊടുത്ത് കുറച്ച് ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം ആ ഒരു ബോക്സിൽ നിന്ന് അടർത്തിയെടുക്കാം. ഇനി അതിന് ബേസ് ആയിട്ട് ക്ലേ എടുത്തിട്ട് പരത്തിയിട്ട് അതിന് മുകളിൽ ആ ഒരു ബോട്ടിലിന്റെ മൂടി വെച്ചിട്ട് നമുക്കൊന്ന് റൗണ്ട് ഷേപ്പ് ആക്കി എടുത്തിട്ട് മുകൾ ഭാഗം വെച്ചു കൊടുക്കാം. എന്നിട്ട് അത് ഉണങ്ങിയതിന് ശേഷം അതിലേക്ക് പെയിന്റ് അടിച്ചു കൊടുക്കാം. അപ്പൊ ഞാനിവിടെ വൈറ്റ് പെയിന്റ് ആണ് ബേസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു പ്രൊജക്ഷൻ നിൽക്കുന്ന ഭാഗങ്ങളിലൊക്കെ ബ്ലാക്ക് പെയിന്റ് ആണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമുക്കിതിന്റെ നോസിലേക്ക് മാത്രമായിട്ട് റോസ് കളർ ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പൊ അത് ഇങ്ങനെയാണ് നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മുടെ ഓർണമെന്റ്സ് ഒക്കെ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്കും കമന്റും സബ്സ്ക്രൈബും മറക്കണ്ട. അപ്പൊ ബൈ.